എട്ടാം ശമ്പള കമ്മീഷനിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘകാല ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. നാഷണൽ കൗൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറിയുടെ 49ാമത് യോഗത്തിൽ ഉയർന്നുവന്ന ആവശ്യങ്ങളിൽ ധാരണയായെന്നാണ് വിവരം. എട്ടാം ശമ്പള കമ്മീഷനിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘകാല ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറിയുടെ 49ാമത് യോഗത്തിൽ ഉയർന്നുവന്ന ആവശ്യങ്ങളിൽ ധാരണയായെന്നാണ് വിവരം. ശമ്പള കമ്മീഷന്റെ കാലതാമസം, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കൽ, ആശ്രിത നിയമനം, ക്ഷാമബത്ത തുടങ്ങിയ നിരവധി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്നാണ് റിപ്പോർട്ടുകൾ. 2023 ഡിസംബർ 22 മുൻപ് അനുവദിച്ച ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാരെ CCS ചട്ടങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരണമെന്നാണ് ജീവനക്കാരുടെ പ്രതിനിധികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആശ്രിത നിയമനം ലഭിച്ചവർക്കും ഈ ആനുകൂല്യം നൽകണം. ഈ നിർദ്ദേശം ഒരാഴ്ചയ്ക്കകം നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സെക്രട്ടറിമാർ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇത് നടപ്പിലായാൽ NPS-നും OPS-നും ഇടയിൽ പ്രതിസന്ധിയിലായ വലിയൊരു വിഭാഗം ജീവനക്കാർക്ക് ആശ്വാസമാകും. ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചതായി യോഗത്തിൽ ജീവനക്കാരുടെ വിഭാഗം അറിയിച്ചു. മിനിമം വേതനം, ഫിറ്റ്മെന്റ് ഘടകങ്ങൾ, ശമ്പള വർധനവ് നിരക്ക്, സ്ഥാനക്കയറ്റ നയം മുതലായവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ എട്ടാം ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള പെൻഷൻകാർക്കുള്ള പെൻഷൻ പരിഷ്കരണം പോലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ജീവനക്കാരുടെ വിഭാഗം ക്യാബിനറ്റ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ചെലവുകളിൽ പൂർണ്ണമായി റീഇംബേഴ്സ് വേണമെന്നും ആവശ്യമുയർന്നു. വിരമിക്കുന്ന സമയത്തെ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50%വും അതിനൊപ്പം വർദ്ധിക്കുന്ന ക്ഷാമബത്തയും ചേർത്തുള്ള തുക കുറഞ്ഞ പെൻഷനായി നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിലെ ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം വിരമിക്കുന്ന ജീവനക്കാരന് ലഭിക്കുന്ന പെൻഷൻ തുക വിപണിയിലെ നിക്ഷേപങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുന്നത്. കൃത്യമായൊരു തുക പെൻഷനായി ഉറപ്പു നൽകാൻ NPS-ന് സാധിക്കുന്നില്ല. പഴയ പെൻഷൻ പദ്ധതിയിൽ അവസാന ശമ്പളത്തിന്റെ 50% പെൻഷനായി കൃത്യമായി ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ജീവനക്കാർ ഈ ആവശ്യം ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.